നീ രണ്ടു കെട്ടിയല്ലോ, പിന്നെ ഇവനെന്താ ഒന്നുകൂടെ കെട്ടിയാല്? മതിയമ്മേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ സമയം കളയണ്ട. അതെ അല്ലേട്ടാ, അനുവേട്ടത്തേക്ക് കൊടുക്കാനുള്ള 15 ലക്ഷം ഏട്ടൻ കൊടുത്തോ? പക്ഷേ അത് അവളല്ല വാങ്ങിയ. വിനയന് കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ചെക്ക് അവന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക ചെയ്തത്. അതെന്താടാ, വിനയനുമായിട്ട് അവക്കൊരിടപാട്? അവൻ ആവശ്യപ്പെട്ട പണം കൊടുത്ത് ചീരുവിന്റെ കുഞ്ഞുങ്ങളെ അവരൊന്ന് തിരിച്ചു വാങ്ങാൻ പോവാ. അതെന്തായാലും നന്നായി. ആ കുഞ്ഞുങ്ങളെ അവിടെ നിർത്തുന്ന അപകടമാ. ചീരു വീണ്ടും അവന്റെ കൂടെ പോകാതിരുന്നാ മതി. അവൾ അവന്റെ കൂടെ പോകാതെ ഒരു കുഞ്ഞിനെയും കൂടി പ്രസവിച്ച് എന്ത് ചെയ്യാനാടാ അവള്? ജീവിക്കാൻ വേണ്ടി കൊച്ചുങ്ങളെയും വെച്ച് ചിരട്ടയെടുത്ത് തെണ്ടുവോ? അനന്ത മാഷിന് നല്ല ബുദ്ധിയുണ്ട്. അതുകൊണ്ടാ 15 ലക്ഷം അനുപമയെ കൊണ്ട് വിനയനെ കൊടുപ്പിച്ചത്. താമസിയാതെ അയാൾ ചീരുവിനെയും 3 മക്കളെയും അവന്റെ തലയിൽ തന്നെ കെട്ടിവെക്കുമെന്ന് ഉറപ്പാ. ഓ, എന്റെ അമ്മ, എല്ലാ കാര്യങ്ങളും അമ്മ ചിന്തിക്കുന്ന പോലെ തന്നെ ആവണമെന്നില്ല. ഇപ്പോ ചീരുവിന്റെ മക്കളെ വിനയന്റെ കയ്യിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാന്നുള്ളത് മാത്രം അവരുടെ ലക്ഷ്യം. പിന്നീട് എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതാണല്ലോ. ഏതായാലും നിനക്ക് അനുപമ ഷോപ്പ് എഴുതി തരുമല്ലോ, എനിക്കത് മതി. ഈ കുടുംബത്തിന്റെ നല്ല സമയം തെളിഞ്ഞു. നിനക്ക് ഷോപ്പും സ്വന്തമാകും. സത്യനൊന്ന് മനസ്സ് വെച്ചാ ഇവന് സച്ചി സാറിന്റെ കമ്പനിയിൽ നല്ലൊരു ജോലിയും കിട്ടും. പിന്നെ ട്രാവൽസ്, അത് ശ്യാമിനൊറ്റയ്ക്ക് നോക്കാമല്ലോ. എല്ലാ വഴികളും തുറന്നു വരുന്നത് ആ ചാപ്പിള്ളിയായിട്ട് പ്രതിഭ ഇവിടുന്ന് പോയതുകൊണ്ടാ. ഇനിയെങ്കിലും അമ്മ പറയുന്നത് നിങ്ങൾ കാതു തുറന്ന് കേക്കും മക്കളെ. പ്രതിഭയുടെ വയറ്റിൽ വളരുന്ന ജീവൻ ഈ വീടിന് നാശമേ ഉണ്ടാക്കൂ. അതുകൊണ്ടല്ലേ അവൾ ഇവിടുന്ന് പോയപ്പോ ഇവിടെ വെളിച്ചം വന്നതും അവളുടെ വീട്ടിൽ നാശം തുടങ്ങിയതും. ഇനിയെങ്കിലും അവൾ അത് വേണ്ടെന്ന് വെച്ചാൽ അവക്ക് കൊള്ളാം. എനിക്ക് അത്രേ പറയാനോ. സത്യ, സത്യ, അമ്മ പറയുന്നൊന്നും നീ കാര്യാക്കണ്ട. നിന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ നീയാ തീരുമാനം എടുക്കേണ്ടത്. നിങ്ങളും കൂടി ഇവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഞാൻ ഇറങ്ങുക. സത്യ, അത് വിട്. നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം കേട്ടോ. അല്ലെങ്കിലും അതത്രേ ഉള്ളൂ. അമ്മയുടെ വാക്കിയുടെ തീരുമാനം മാറ്റാൻ ഞാൻ ഇന്ദ്രേട്ടനല്ല. പ്രതിഭയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് എന്റെയും കൂടി ദോഷമാ. ആ ദോഷം ഞാനങ്ങ് സഹിച്ചു.